നമുക്കിന്ന് യോഗ പ്രാണവിദ്യയുടെ ലെവൽ 4 എനർജറ്റിക് ഡിഫെൻസിനെ കുറച്ച് സംസാരിക്കാം. ജസ്റ്റ് ഫോർ എ പബ്ലിക് അവയർനെസ്. ഇത് തയ്യാറാക്കിയത് മഹാത്മാ ചൊവാക്കോക്സി എന്ന് പറയുന്ന എൻ്റെ ഗുരുവും ചൈനീസ് വംശജനായിരുന്നെങ്കിലും ഫിലിപ്പൈനിൽ സ്വന്തമായിട്ട് വലിയ വ്യവസായ ശൃംഖലകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗുരുഭൂതനാണ്. അദ്ദേഹം സയൻറ്റിസ്റ്റായിരുന്നു. കെമിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ് അതിൻ്റെ ശാസ്ത്രീയമായ തലങ്ങളിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹത്തിന് ഈ പ്രകൃതിയുടെ നിഗൂഢ തത്വങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവുകയും അദ്ദേഹം എല്ലാ രാജ്യങ്ങളിലും യാത്ര ചെയ്യുകയും അവിടുത്തെ തനതായ പല പാരമ്പര്യങ്ങളിലുമുള്ള പല ഈ പ്രകൃതിയുടെ നിഗൂഢ തത്വങ്ങളിലുള്ള സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയും പല സിദ്ധന്മാരെയും യോഗിമാരെയും ലോകത്തിൻ്റെ പല നാനാഭാഗങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു. അവിടെ നിന്നുമൊക്കെ പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹം വായിച്ചറിഞ്ഞ ഒരുപാട് നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റുകളൊക്കെ പല പല യോഗിമാരെഴുതിയ തത്വങ്ങളൊക്കെ അദ്ദേഹം അതിനെ പ്രത്യേക തലത്തിലേക്ക് അതിനെ ക്രോഡീകരിച്ച് കൊണ്ടുവന്നു. അതെങ്ങനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് സാധാരണ ജനങ്ങൾക്ക് കൂടെ മനസ്സിലാക്കി പഠിക്കാമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് കൊണ്ട് തന്നെ വളരെ ലളിതമായി അതിനെ ക്രമീകരിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും സവിശേഷമായിട്ടുള്ളത്. വർഷങ്ങളോളം തപസ്യ ചെയ്ത് പരിശീലനം ചെയ്ത് ആർജിച്ചെടുത്തിരുന്ന അമൂല്യമായ ഈ ശക്തി വിശേഷങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയപ്പോൾ സാധാരണക്കാർക്ക് പോലും വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇന്ന് ലോകം മുഴുവനും അദ്ദേഹത്തെ ആരാധിക്കുന്നതിൻ്റെയും എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ക്ലാസ്സുകൾ അദ്ദേഹം ഇപ്പോൾ ബോഡിയിലില്ല. അദ്ദേഹത്തിൻ്റെ സഹചാരിയായി അദ്ദേഹത്തിൻ്റെ പത്നി ലൈഫ് പാർട്ട്ണർ ഷാർലറ്റ് ആൻഡേഴ്സൺ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കുന്നതിലും അദ്ദേഹത്തെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കൊണ്ടുപോയി അതൊക്കെ ഓർഗനൈസ് ചെയ്ത് ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് അത് ഇറക്കുകയും അത് കൊണ്ടുവരികയും ഈ ശാസ്ത്രത്തെ സാധാരണ ജനങ്ങളിലേക്ക് പോലും ഇത് എത്തിക്കാനായിട്ട് ഷാർലറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. ഞാനിവിടെ വെസ്റ്റ് ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പിലെ പ്രാണിക് ഹീലിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. കുറച്ച് മുമ്പ് ഞാൻ റിസൈൻ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് കൺസൾട്ടേഷൻ അവിടെ നിർത്തിവെച്ചു. കാരണം പഠിപ്പിക്കാനുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തോന്നി. അന്ന് മുന്നേ ഒക്കെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെ ടൈറ്റ് ഷെഡ്യൂളിലാണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കുറേ ആളുകളെ ഗ്യാദർ ചെയ്തിട്ടാണ് ക്ലാസ്സൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ എത്രമാത്രം അറ്റൻഷൻ ഓരോരുത്തർക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇതൊരു എനർജി ട്രാൻസ്ഫർ ചെയ്ത് പഠിപ്പിക്കുന്ന മെത്തേഡും കൂടിയാണ്. വെറുതെ നമ്മളൊരു മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന പോലെയല്ല, ഇത് കുറേ കൂടി ആഴത്തിലുള്ള ദൈവിക ശാസ്ത്രമാണല്ലോ. അതായത് ഒരു പ്രകൃതിയുടെ നിഗൂഢ തത്വങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ അത് ഇൻഡിവിജ്വലായിട്ട് പഠിപ്പിക്കാമെന്ന് ഞാൻ എൻ്റെ ഒരു ഇത്രയും കാലത്തെ ടീച്ചിങ്ങിൽ നിന്നും എനിക്ക് തോന്നിയത് അധികം ആളുകളില്ലാതെ കുറച്ച് പേരെ എടുക്കുക, എന്നിട്ട് അവർക്ക് ഏതുവരെ പഠിക്കാനുള്ള അർഹതയുണ്ടോ, അതുപോലെ എത്രമാത്രം പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും അവരെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ അവർക്കത് ഗ്രാസ്പ് ചെയ്യാവുന്ന കപ്പാസിറ്റി എത്രയുണ്ടോ അത്രയും അവരെ പഠിപ്പിക്കുക എന്നുള്ള തലത്തിലേക്ക് നീങ്ങി. അങ്ങനെയുള്ള സ്റ്റുഡൻസിനെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അല്ലാതെ ഒരു ലെവൽ 1 പഠിപ്പിച്ച് അതിൻ്റെ ബേസിക് കോഴ്സ് പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ അവർക്ക് കുറേ ആളുകളെ കൂട്ടിച്ചേർത്ത് അടുത്ത ലെവലുകൾ പഠിപ്പിക്കുക, അങ്ങനെയുള്ളൊരു സമ്പ്രദായം മോസ്റ്റ്ലി അതിൽ വളരെ കുറച്ച് ആളുകളെ പ്രൊഡക്റ്റീവ് ആവുന്നുണ്ടായിരുന്നല്ലോ. പരിശീലനത്തിലും ഇല്ല, പരിശീലനവുമല്ല, അവരൊരു ഹീലിംഗ് അവർ തനതായ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് അവർ പഠിച്ച സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് അവർ സെൽഫ് ഹീലിങ്ങിന് പോലും
അതിനോട് അത്ര സീരിയസ്നെസ് ഉൾക്കൊണ്ടിരുന്നില്ല. കാരണം 2 ദിവസത്തെ ഒരു വലിയൊരു സബ്ജക്റ്റ് 2 ദിവസം കൊണ്ട് പഠിക്കുമ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം. പലരും പിന്നീടൊക്കെ പലപ്പോഴും കാണുമ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോഴൊക്കെ പ്രാക്ടീസ് തുടങ്ങണം എന്നുണ്ട്, സാർ ഒന്നുകൂടി റിവ്യൂ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ കാരണം അവരുടെ ഉള്ളിലേക്ക് ആ സെമിനാർ പോലെ നടത്തുന്നത് തന്നെ ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കുറച്ച് പേരെ സെലക്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് ഏതൊക്കെ ഒരു ബാച്ച് ഇന്ന കോഴ്സ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, TPE, ക്രിയാശക്തി, അങ്ങനെ ഉള്ള ഒരു അതിനെക്കുറിച്ച് ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഒരു പാക്കേജ് പോലെ ക്ലാസ് എടുക്കാം. ലെവൽ 1 മാത്രമായിട്ട് പഠിപ്പിക്കില്ല എന്നല്ല അതിനർത്ഥം. ഇനി അതിനോ സൗകര്യമുള്ള അത് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു കൂട്ടത്തിന് ഗ്യാദർ ചെയ്യണവരെ വെയിറ്റ് ചെയ്യില്ല. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇന്നലെ വരെ ലെവൽ 3 വരെ നമ്മൾ പറഞ്ഞു സൈക്കോതെറാപ്പി. ഇന്ന് പറയുമ്പോൾ അത് എനർജറ്റിക് ഡിഫൻസ് ആണ്. ആക്ച്വലി നമുക്ക് സൈക്കിക് സെൽഫ് ഡിഫൻസ്, നമുക്ക് മറ്റുള്ളവരുടെ ചിന്തകളിൽ നിന്നും മറ്റുള്ളവരുടെ സ്വാധീനങ്ങളിൽ നിന്നും എൻസ്ലേവ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നതിൽ നിന്നുമൊക്കെ നാം പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പലതും ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ വിമർശനത്തോടു കൂടി കണ്ടിരുന്നതാണ്. പലപ്പോഴും നമുക്ക് നാട്ടിലും വീട്ടിലും ഒക്കെ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അത് ഡൈജസ്റ്റ് ആവാറില്ല. ഇതൊക്കെ വെറുതെ ഓരോന്ന് സങ്കല്പിച്ച് ഉണ്ടാക്കി പറയുന്നതാണ് എന്നുള്ള തോന്നലുകളായിരുന്നു ഞാൻ മഹാത്മാ ചോവാക്കോസ്കിയുടെ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് വരെ. ഇതിലൊന്നും ഒരു അർത്ഥമില്ല, അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത എന്താണ് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ആ ചെറുപ്പവും അതിനെയൊക്കെ നിഷേധിക്കുന്ന തരത്തിലായിരുന്നു. പക്ഷേ നാം എനർജിയെക്കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ എനർജിയെക്കുറിച്ച് പഠിച്ചു. ഇതിനു മുമ്പ് ഞാൻ റേക്കി മാസ്റ്ററായി. പിന്നെ മറ്റു പല പാരമ്പര്യങ്ങളും ഞാൻ പരിശീലനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ മനസ്സിലാക്കുക. അൾട്ടിമേറ്റായിട്ട് ഏറ്റവും മികച്ചതും ജ്ഞാനയോഗയാണ്. ഇത് നമുക്ക് വിസ്ഡത്തിൽ കൂടെ വിസ്ഡം ഉണ്ടാക്കാനായിട്ട് മാസ്റ്ററെ ഫോളോ ചെയ്യാണ് നല്ലത് എന്ന് ഇന്ന് ലോകത്തിലുള്ള എല്ലാ സമ്പ്രദായങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിട്ട് ഞാനിത് 17-18 വർഷമായിട്ട് ഞാനിതിൻ്റെ സീരിയസ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. അതിന് കാരണം മറ്റു പല സിദ്ധാന്തങ്ങളും പരിശീലിച്ചെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ എസെൻസൊക്കെ കുറവാണ്. ഇവിടെ മാസ്റ്റർ ടീച്ചിങ്സിൽ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ലെവൽ 1 തന്നെ ഒരു ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ ലെവലോ അതൊരു ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റിയിലേക്ക് മാറുക, കാര്യങ്ങൾ അത്ഭുതകരമായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് ചിന്തകൾക്കൊക്കെ അതീതമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്നും അത്ഭുതപരതന്ത്രരായിട്ട് വീക്ഷിക്കാനും സാധിക്കുന്ന തലത്തിലാണ്. അതിൻ്റെ റിസൾട്ടോ ആണെങ്കിലോ നമുക്ക് ഓരോ ദിവസവും കൂടുന്തോറും വളരെ ശക്തമായ കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. 3ാമത്തെ ലെവലാണെങ്കിൽ അതിലും മികച്ചതായിട്ട് അത് ഓരോ ദിവസവും നമ്മൾ വിചാരിക്കും ഈ കോഴ്സാണ് ഇതിൽ ഏറ്റവും നല്ലതായിരിക്കുക എന്ന് വിചാരിക്കും. ഇപ്പോൾ പഠിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കും, സാറേ ഇത് ഒരു പ്രത്യേക കോഴ്സായിരുന്നു അല്ലേ, ഇതായിരിക്കില്ല ഇതിൽ ഏറ്റവും മികച്ച കോഴ്സ്. അപ്പോൾ അതെ എന്ന് പറയും. പിറ്റേ അടുത്ത കോഴ്സ് പഠിക്കുമ്പോൾ അവർ അത് തന്നെ ആവർത്തിക്കും. അപ്പോൾ എല്ലാ കോഴ്സ് പഠിക്കുമ്പോൾ ഇതായിരുന്നു പഠിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായ തലങ്ങളിൽ അറിവുകളിങ്ങനെ അടുക്കായി വെച്ചിരിക്കുകയാണ് മാസ്റ്റർ മഹാത്മാ ചോവാക്കോസ്കി, അൽമാ ഷാർലറ്റ്. അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എനർജറ്റിക് ഡിഫൻസിനെ കുറിച്ചൊന്ന് പറയാം. നമുക്ക് ചിന്തകൾക്ക് ഊർജ്ജമുണ്ടെന്ന് നമുക്കറിയാം, ശബ്ദങ്ങൾക്ക് ഊർജ്ജമുണ്ട്. ഈ ലോകത്തിലല്ലാതെ നിർമ്മിക്കപ്പെട്ടുള്ളത് ഊർജ്ജങ്ങൾ കൊണ്ടാണെന്നും അത് വ്യത്യസ്തമായ തലങ്ങളിൽ ആ ഊർജ്ജം നിലനിൽക്കുന്നു എന്നും നമുക്കറിയാം. ശാസ്ത്രം എന്ന് തെളിയിച്ചതാണ്. നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ജീവനുള്ള വസ്തുക്കൾ നിലനിൽക്കുന്നത് ഊർജ്ജം കൊണ്ടാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായാലും സൂര്യപ്രകാശം എടുത്തിട്ടായാലും വായുവിൽ കൂടെ ആയാലും വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് നാം എനർജി സ്വീകരിക്കുന്നുണ്ട്. ആ എനർജി സ്വീകരിക്കുന്നത് കൊണ്ടാണ് നാം വലുതായി ചിന്താശേഷി വർദ്ധിച്ച് ബുദ്ധിമാന്മാരും ബുദ്ധിമതികളൊക്കെ ആയിട്ട് മാറുന്നത്. ഇതിനൊക്കെ സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റൽ എനർജി സെൻറ്റേഴ്സാണ്. ഈ പ്രകൃതിയായിട്ട് നമ്മൾ വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ചിന്തകളും പറച്ചിലുകളും ആക്ഷനുകൾക്കൊക്കെ
അതിൻ്റെതായ എനർജി ഫോംസ് ഉണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തോട്ട് പവർ. ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആ നമ്മുടെ സാമീപ്യത്തിലല്ല, വേറെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സാമീപ്യത്തിൽ നമ്മളൊരാൾ ഷൗട്ട് ചെയ്താൽ, വളരെ ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് വെറുപ്പോടുകൂടി സംസാരിച്ചാൽ അത് നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അത് നമ്മുടെ ഓറയിലേക്ക് കടന്നു വരും, അത് നമ്മുടെ ചക്രങ്ങളെ സ്വാധീനിക്കും. ആ സമയത്ത് നമ്മൾ ചില പ്രൊവോക്ഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ ദുഃഖിതരാവും, ഇല്ലേ? ഇത് ആ എനർജി, അല്ലെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞു, എന്ത് ദോഷമായിട്ട് പറഞ്ഞെങ്കിലും അത് കേട്ട് അത് അവിടെ പറഞ്ഞു നമുക്കെന്താ പ്രശ്നം, ആ തലത്തിലേക്ക് സാധാരണ നിൽക്കാൻ പറ്റാത്തത് ആ ഊർജ്ജം നമ്മളെ ആക്രമിക്കുന്നു. നമ്മുടെ ഓറ, നമ്മുടെ ചുറ്റും പ്രകാശിച്ചു നിൽക്കുന്ന എനർജി കൂടിയിലേക്ക് അത് കടന്നു വരുന്നു, അതവിടെ താമസിക്കാൻ തുടങ്ങുന്നു. കുറേയൊക്കെ ഉള്ളിലേക്ക് കയറും, കുറേയൊക്കെ അത് നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യും. വളരെ കഠിനമായിട്ടുള്ള പറച്ചിലാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ദുഃഖിതരാക്കി, പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കുകയും സങ്കടപ്പെടുകയും കുറേ നാളുകളും ചിലപ്പോൾ നമ്മുടെ ഊർജ്ജ ശരീരത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് അത് എത്ര കാലം നമ്മളിൽ നിലനിൽക്കുന്നു എന്ന് സംഭവിക്കാം. കുറേയൊക്കെ ബോഡി അത് റിജക്റ്റ് ചെയ്ത് കളയും, കാരണം ഈ ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ആ വളരെ മൂർച്ചയേറിയ വാക്കുകൾ. അതുപോലെ തന്നെ ഒരാൾ അകലെ ഇരുന്നുകൊണ്ട് നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക, എക്സസീവായിട്ട് നമ്മളെക്കുറിച്ച് മോശമായിട്ട് വേറൊരാളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അയാൾ ചിന്തിക്കുകയോ മതി. ആ ചിന്തയുടെ ഊർജം, അതിന് ഏത് തരത്തിലെ ചിന്തയാണോ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്, ആ ഊർജം അതിനൊരു ഡിഫറെൻറ്റ് ഫോംസ് ആർ ദർ. അത് ക്ലെയർവോയിൻ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോ ഊർജത്തിൻ്റെയും ഏത് തരത്തിലുള്ള ഊർജ്ജമാണ് ആ പുറത്തേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കുറേ കൂടി പരിശീലനമുള്ള ആളുകൾക്ക് പറ്റും. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായ നിറങ്ങളും അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളുമുണ്ട്. ഇത് ക്ലെയർവോയിൻ്റിൽ അതീന്ദ്രിയ ദൃഷ്ടിജ്ഞാനത്തിന് വേണ്ട പരിശീലനം ചെയ്യുന്നവർക്കാണ് അത് കാണാനായിട്ട് സാധിക്കുക. ചില ആളുകൾ ബൈ ബർത്ത് തന്നെ അത് സാധ്യമാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നുള്ള ആളുകൾ ചിലപ്പോൾ അവർ പലപ്പോഴും പലതും കാണുന്നു, അത് ഹാലൂസിനേഷനാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ വരിക. പക്ഷെ നോക്കുമ്പോൾ അവർക്ക് ഈ ക്ലെയർവോയൻസ് ചിലപ്പോൾ ചില ജന്മങ്ങൾ കൊണ്ട് കാണുന്നതാണ്. പക്ഷെ ക്ലെയർവോയൻസ് എന്ന് പറയുമ്പോൾ അത് ക്ലെയർവോയൻസ് പരിശീലിക്കുന്ന ഒരാൾക്ക് അത് ആവശ്യമുള്ള നേരത്ത് മാത്രം നമുക്കൊരു പ്രത്യേക സന്ദർഭത്തിൽ അത് തുറന്ന് തൃക്കണ്ണ്, മൂന്നാമത്തെ കണ്ണ് തുറന്ന് നോക്കുക എന്നാണ് പറയുക. അത് അടയ്ക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് ഇത് അടയ്ക്കാൻ സാധിക്കില്ല. പലപ്പോഴും ചില ആളുകൾക്ക് ഈ ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയിട്ട്, ചില പഴയ സമ്പ്രദായങ്ങളിൽ ചില വിധികൾ പഠിക്കാൻ പോയിട്ട് അവരുടെ ഈ തേർഡ് ഐ ഓപ്പൺ ആവും. പക്ഷെ അത് ഷോർട്ട് കട്ട് വേ കൂടെ, അതിൽ അമിതമായ പരിശീലനം, പെട്ടെന്ന് അതിൽ ഏറ്റവും മികച്ച ഒരാളാവാൻ വേണ്ടിയിട്ടൊരു അൺകൺട്രോൾഡായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ഈ തേർഡ് ഐ ബ്രേക്ക്, അതായത് നമ്മുടെ ഉള്ളിലുള്ള വൈറ്റൽ എനർജി സെൻറ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വളരെ പ്രൊട്ടക്റ്റഡ് ആക്കി നിർത്തുന്ന, നമ്മുടെ ഉള്ളിലേക്ക് തിന്മകൾ കടന്നു വരാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വെബുണ്ട്, ഒരു ഫിൽറ്ററുണ്ട്. ആ ഫിൽറ്ററൊക്കെ ബ്രേക്ക് ആവും അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ നമുക്കത് തേർഡ് ഐ ഓപ്പണായി പലതും കണ്ടു തുടങ്ങും. പക്ഷെ നമുക്കത് മിക്കതും അങ്ങനെ വന്നാൽ അസ്വസ്ഥരാവുകയാണ് ചെയ്യുക. ചിലപ്പോൾ അവർ സൈക്കോട്ടിക്കായിട്ട് മാറും. മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങളെ കാണുക, അപ്പോൾ പേടിച്ച് നോക്കുക, ചില ബീയിങ്ങുകളോട് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഇൻവിസിബിളായിട്ടുള്ളൊരു വേൾഡ് ഉണ്ട് നമുക്കപ്പുറത്ത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ നമ്മളത് പരിശീലനം കൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ചിന്തകൾ, മറ്റുള്ളവരിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന നമ്മളോട് വെറുപ്പോ വിദ്വേഷമോ, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ നമ്മൾ വളരെ ബുദ്ധിമാനായിട്ടിരിക്കുകയാണെന്ന് കരുതുക. ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്തു, മറ്റുള്ളവരെക്കാളൊക്കെ മികച്ച ഒരാളായിട്ട് അവിടെ പെർഫോം ചെയ്തു വരുമ്പോൾ അവിടെ അദ്ദേഹത്തിനോട് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന റെക്കഗ്നീഷൻ വേറൊരാളിലേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അസൂയയും വെറുപ്പും ഭയവും ഒക്കെ, ഇനി നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഈ ചിന്തകൾ എക്സസീവായിട്ട് അവരിൽ നിന്ന് വരുമ്പോൾ അത് നമ്മുടെ മെൻ്റൽ ബോഡിയെ, അയാളുടെ ഇൻ്റലിജൻസും അയാളുടെ പ്രത്യേകമായ കഴിവുകളുമാണല്ലോ അവിടെ മികച്ചതായി വരുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ഇവർ ചിന്തിക്കും. എതിരായിട്ട് അത് നോട്ട് ഇൻറ്റൻഷനലി,
അൺഇൻറ്റൻഷനലി അങ്ങനെ അയാൾക്കൊരു നാശം ഉണ്ടാവണമെന്നോ ഒരു പ്രശ്നം ഉണ്ടാവണമെന്നോ വിചാരിച്ചിട്ടൊന്നല്ല. പക്ഷെ അവരുടെ ഉള്ളിലെ ഭയവും അസൂയയും ഇനി എന്താവുമെന്നുള്ള ആങ്സൈറ്റിയൊക്കെ കൂടിയിട്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പുറപ്പെടുന്ന അവരിൽ നിന്നെല്ലാവരും പുറപ്പെടുന്ന അഗ്രസീവായിട്ടുള്ള എനർജികൾ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ബോഡി നമുക്ക് വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് ഫിസിക്കൽ എനർജി ബോഡി, അതിൻ്റെ അപ്പുറത്ത് ഇമോഷണൽ എനർജി ബോഡി, ആസ്ട്രൽ ബോഡി, അതിൻ്റെ അപ്പുറത്ത് മെൻ്റൽ ബോഡി, നമ്മുടെ ഇൻ്റലിജൻസുമായിട്ട് സഹായിക്കുന്ന നമ്മളുടെ ആജ്ഞാചക്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ബോഡി, അതിന് മുകളിൽ സ്പിരിച്വൽ ബോഡി, അങ്ങനെ വ്യത്യസ്തമായ ലെയറുകളുണ്ട്. ഡീപ്പായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മെൻ്റൽ ബോഡിയിലേക്ക് ഈ അഗ്രസീവായിട്ടുള്ള എനർജി എന്ത് കാര്യത്തിനെ കുറിച്ചാണോ ആലോചിക്കുന്നത്, അയാളുടെ ഇൻ്റലക്ച്വൽ ലെവലിനെ കുറിച്ചാണോ ആലോചിക്കുന്നത്, അതിനെ അസൂയാപൂർവം അല്ലെങ്കിൽ അതിനെ വെറുപ്പോട് കൂടി ചിന്തിക്കുമ്പോൾ അത് അയാൾ ഡെവലപ്പ് ചെയ്തു വരുന്ന അസ്വസ്ഥത കൊണ്ട് അതിനെക്കുറിച്ച് എതിരായിട്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓറയിലേക്ക് അത് കടന്നു വരും, അത് ബ്രേക്ക് ചെയ്യും. ശക്തമായിട്ടുള്ള ഊർജ്ജമാണെങ്കിൽ അധികം ബോഡി അക്സെപ്റ്റ് ചെയ്യില്ല അവരുടെ, പക്ഷേ ഓറയിലേക്ക് കടന്നു വന്ന് അത് ചക്രകളിൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് സ്വാധീനിക്കപ്പെടുകയും നമുക്ക് നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങളിലൊക്കെ മങ്ങലേൽക്കാൻ തുടങ്ങും. ഇതൊരു സൈക്കിക് അറ്റാക്ക് തന്നെയാണ്. അതുപോലെ തന്നെ പല മേഖലകളിലും ഉണ്ട്. ഈ സെയിൽസ് മേഖലകളിൽ നമ്മൾ അധീനതപ്പെടുത്തി കണ്ടിട്ടില്ലേ. ഇപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ ഏജൻറ്റ് വരുമ്പോൾ ഒരു വീട്ടിലെ ആള് ഇൻഷുറൻസ് ഇഷ്ടത്തിന് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇൻഷുറൻസ് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ ഇൻഷുറൻസ് ഏജൻറ്റിന് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിട്ട് അയാൾക്ക് ടാർഗറ്റ് എത്തിയില്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ വിദേശത്തൊക്കെ പോകാനോ അല്ലെങ്കിൽ അവർക്ക് വലിയ റെപ്യൂട്ടേഷൻ റെക്കഗ്നീഷനൊക്കെ കൊടുത്ത് ഇവരെ മോട്ടിവേറ്റ് ചെയ്യും. ട്രിഗർ ചെയ്തിട്ടാണ് വരിക. അവരൊരു വളരെ അസ്വസ്ഥരായിരിക്കും. സെയിൽസ് ഇത്ര ക്ലോസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തെ വരുമാനം ഇത്ര ആക്കണം എന്നൊക്കെയുള്ള അവർക്ക് അതിൽ നിന്ന് കമ്മീഷനൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റം. അപ്പോൾ അതിൻ്റെ ഒരു അഗ്രസീവായിട്ടുള്ള എനർജി ആയിട്ടാണ് അവർ വരിക. നമ്മൾ ഒരിക്കലും ചേരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കില്ല. കാരണം നമുക്ക് ആവശ്യത്തിനുണ്ട്. നമുക്ക് ഓഡിറ്റർ പറഞ്ഞിട്ടുണ്ട് വേണ്ട ഇൻഷുറൻസിന് എടുത്താൽ ശരിയാവില്ല, ഇൻഷുറൻസിന് അതുകൊണ്ട് വാല്യൂ ഇല്ല, അത്രയധികം ഇൻഷുറൻസ് ഉണ്ട്. ഇനി അങ്ങനെയുള്ള ആളുകളെ പോലും ഇവരുടെ നിരന്തരമായ ഫോൺ വിളികളും നിരന്തരമായി സന്ദർശനവും അറിയാതെ തന്നെ അവർക്കൊരു എൻസ്ലേവ്മെൻറ്റിൽ നമ്മൾ അവർക്ക് അധീനതപ്പെട്ടു പോകുന്നത് കാണാം. പല ആളുകളും ഇല്ലെങ്കിലും വേറെ പേരിലെ ആളുകളുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കുക. കാരണം അത്രമാത്രം ആ വരുന്ന ഏജൻറ്റിൻ്റെ അഗ്രസീവ് തോട്ട് അയാളെ സ്വാധീനിക്കും. എത്ര വേണ്ട ദേഷ്യത്തിലും സ്നേഹത്തിലും പല ടെക്നിക്കൽ റീസൺസ് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും അവസാനം നാം അതിന് വഴങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തോൽക്കുക എന്നുള്ളതല്ല, നമ്മളതിലേക്ക് സ്വാധീനത്തിലേക്ക് ചെന്ന് വിടും. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഇമോഷണൽ ബോഡിയെയാണ്, അതുമാതിരി നമ്മുടെ മെൻ്റൽ ബോഡി, ബുദ്ധിപരമായ അത് വേണ്ട എന്ന് തീരുമാനിച്ച വില്ല് ആസ്പെക്റ്റിലുണ്ടായിരുന്ന ആ വില്ലിനെ തകർക്കും. അവർക്ക് തകർന്നു പോയി അവർ വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് മേഖലയിൽ മാത്രമല്ല എല്ലാ സെയിൽസിലും. ഒരു കടയിൽ ചെന്നാൽ നമ്മളൊരു തുണി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു 2000 റുപ്പീസിൻ്റെ പർച്ചേസ് ചെയ്യാൻ ചെന്നാൽ നമ്മൾ 6000 7000 എടുത്തിട്ട് വരിക. കാരണം അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഊർജം അത് ഷോപ്പ് ഉടമയുടെ അതിശക്തമായ സെയിൽസിൻ്റെ ടാർഗറ്റാണ്. അത്രമാത്രം സെയിൽസ് ഉണ്ടെങ്കിൽ അവിടുത്തെ വാടക മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര രൂപയുടെ പർച്ചേസ് അവിടെ നടന്നിരിക്കണം. ഈ ചിന്ത തീവ്രമായ, അതായത് നെസസിറ്റിയാണ്, ഒഴിവാക്കാൻ പറ്റാത്ത അതാണ് അത്രയും പണം അക്യുമുലേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ അത് മാത്രമല്ല, ഇപ്പോൾ സെയിൽസ്മാൻമാർക്കും ഉണ്ട് ഇത് സെയിൽസ് ഇത്ര ടാർഗറ്റ് കൊടുക്കും. ജ്വല്ലറികളിലൊക്കെ നമ്മൾ ചെന്ന് എടുക്കാൻ പോകുന്ന രൂപ ഇത്രയ്ക്കാണ്, നമ്മൾ രൂപയ്ക്കാണ് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് അവർ നേരിട്ട് നമ്മളോട് പറയാനൊന്നും വേണ്ട. അവരുടെ എനർജി അവിടെ, അതിൻ്റെ ഓണർ അവിടെ ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ആ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഊർജം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹൈലി സെയിൽസ് അവിടെ ഉണ്ടാവണമെന്നും ഹൈലി അഗ്രസീവായിട്ടായിരിക്കും അത് സെയിൽസ് ഉണ്ടാക്കുക. അതെല്ലാ മേഖലകളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളറിയാതെ സാധാരണ മേടിക്കാൻ വിചാരിച്ച ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ സാധനങ്ങൾ മേടിച്ചു പോകും. ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ എന്നും നടന്നു പോകുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക്
സൈക്കിക് അറ്റാക്ക് ഉണ്ടാവും. നല്ലത് അവർ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ആലോചിക്കുക. പക്ഷെ പെസിമിസ്റ്റിക് തോട്ട്, ഇപ്പോൾ നമ്മളൊരു മകൻ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അമ്മയോ അച്ഛനും വിചാരിക്കും അവൻ ലോണൊക്കെ എടുത്ത് അത് പണം നഷ്ടപ്പെട്ട് കടത്തിലേക്കൊക്കെ വരുമോ. ഈ തോട്ട് ഫോം അത് സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുക. അത് അച്ഛനമ്മയും ഒക്കെ ആവുമ്പോൾ അവർ മക്കൾക്ക് ദോഷം വരരുത് എന്ന് വിചാരിച്ചിട്ട് ആലോചിക്കുന്ന ചിന്തകളും അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് മാറുകയും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഉദ്ദേശിക്കുക. പക്ഷെ മറിച്ച് അത് ആ എനർജി അദ്ദേഹം ചെയ്തു വരുന്ന നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വിചാരിച്ച കാര്യത്തിൻ്റെ ശക്തികൾ, ഈ ചിന്തകൾ മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. ഇതാണ് പലതരത്തിൽ. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഒരു ഇഞ്ചുറി വരിക, നമ്മൾ വളരെ തിരക്ക് കൂടിയ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ട്രെയിനിലൊക്കെ സ്ഥിരം യാത്ര ചെയ്യുക, അല്ലെങ്കിൽ തിരക്കിലൊക്കെ വന്ന് പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ക്ഷതങ്ങൾ ഏൽക്കാതിരിക്കാനായിട്ട് നമ്മുടെ എനർജി ബോഡിക്ക്, ഫിസിക്കൽ എനർജി ബോഡിക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ ഇടാനായിട്ട്, ഷീൽഡിങ് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ചില ജോമെട്രിക് ഡിസൈൻസ് ഉപയോഗിച്ച് നമുക്ക് ഷീൽഡിങ് ഇടാനായിട്ട് സാധിക്കും. പിന്നെ മറ്റു പല എല്ലാ മതപാരമ്പര്യങ്ങളും അങ്ങനെയുള്ള ഷീൽഡിങ് ചെയ്യുന്നുണ്ട്. അവരത് ഷീൽഡിങ് ആണെന്ന് അറിഞ്ഞിട്ടല്ല ചെയ്യുന്നതെങ്കിലും അതൊക്കെ ഷീൽഡിങ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഇമോഷണൽ ബോഡി, നമ്മൾ വൈകാരികമായ തലത്തിൽ നമ്മളെ തളർത്തുക. ഇത്ര സന്തോഷമായിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നു, ആ ഒരു അസൂയ ശക്തമാകുമ്പോൾ മറ്റുള്ളവരുടെ അഗ്രസീവായിട്ടുള്ള അതൊരു അസൂയപൂർവ്വം കരുതി കൂട്ടി അത് തെറ്റി പിരിയുമെന്നൊന്നും വിശ്വസിച്ചിട്ടൊന്നല്ല, അല്ലെങ്കിൽ പിണക്കമാവുന്നൊന്നും വിചാരിച്ചിട്ടല്ല. അവരുടെ ഈ എക്സസീവായിട്ടുള്ള മെൻ്റൽ ക്രിറ്റിസിസം അതിനെ അവരുടെ സ്നേഹത്തെ, ഇമോഷണൽ ബോഡിയെ സ്വാധീനിക്കപ്പെടും. അത് അങ്ങനെ പതുക്കെ ഏതെങ്കിലും ചെറിയ കാര്യത്തിന് അവർ ആ സ്വാധീനങ്ങളുടെ ആ എനർജി, ഇത് തൊട്ടടുത്തിരുന്ന് ചെയ്യണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുക. അസൂയപൂർവ്വം വളരെ ശക്തമായ അസൂയൊക്കെ വളരെ അപകടം പിടിച്ചതാണ്. അതിൻ്റെ എനർജിക്ക് അതിശീഘ്രം നമുക്ക് സ്വാധീനിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ അസൂയല്ലേ എന്ന് നമ്മൾ പറയണ്ട, തീവ്രമായ അസൂയ തീവ്രമായ ഇച്ഛശക്തി പുറപ്പെടുവിക്കും. അതേപോലെ തന്നെ എവിടെയാണോ ചിന്തിക്കുന്നത് അവിടേക്ക് അത് സ്വാധീനിക്കപ്പെടും. ജീവിതത്തിൽ അങ്ങനെ ഒട്ടനവധി തടസ്സങ്ങളും പുരോഗതികളും നമുക്കുണ്ടാകുന്നതിന് തടസ്സങ്ങളുണ്ടായി. എന്തുകൊണ്ടാണ് നമുക്കിത് സാധിക്കുക, എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ആയിപ്പോയത്, നമുക്ക് എന്തുകൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നമുക്കത് ജയിക്കാൻ സാധിക്കാതിരുന്നത്, ഇതിനൊക്കെ കാരണങ്ങൾ, പുരോഗതി ഉണ്ടാവാതിരുന്നതിനൊക്കെ കാരണങ്ങൾ ഇങ്ങനെയുള്ള എനർജി അറ്റാക്സ് നമ്മളെ പിടികൂടുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ പകരമായിട്ട് അതിനൊക്കെ എടുത്തു കളഞ്ഞ് ഈ വക പല ശക്തമായ ദൃഷ്ടിപതി എന്നൊക്കെ നാട്ടിൽ പറയുക, അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുക, അങ്ങനെയൊക്കെ നാട്ടിലൊക്കെ പറയുക, നമ്മളൊക്കെ കേട്ടിട്ടില്ല അങ്ങനെയാണ്. പക്ഷെ ഇതൊക്കെ ഒരു ചെറിയ ഒരു എല്ലാ മേഖലയിൽ നിന്ന് ഇത് സ്വാധീനിക്കപ്പെടുമെന്ന് പറയണമെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കിത് വീഡിയോയിൽ ഒരു ലിമിറ്റുള്ളത് കൊണ്ടാണ്. പഠിക്കാമെന്ന് വരുമ്പോൾ ഒട്ടനവധി സബ്ജക്റ്റുകൾ, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഇത് വരിക, ഏതൊക്കെ നമ്മുടെ ഒരു മുടിനാര് കിട്ടിയാൽ അതിൽ കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഒരു നഖം കിട്ടിയാൽ അതിൽ കൂടെ അറ്റാക്ക് ചെയ്യാൻ. നമ്മുടെ ഒരു സലൈവയിൽ അവർക്ക് പ്രോഗ്രാം ചെയ്ത് നശിപ്പിക്കാൻ. ഇത് നേരത്തെ പറഞ്ഞത് അൺഇൻറ്റൻഷനലി, ഇത് അവർക്കറിയില്ല, ഇത് നമുക്ക് ഒബ്സ്ട്രക്റ്റീവായിട്ട് വരുന്നവർക്ക് അറിഞ്ഞിട്ടല്ല. പക്ഷെ മറിച്ച് ഇത് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കത് ചെയ്യാൻ, അതിൻ്റെ തീവ്രമായ അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തം ബിസിനസ് പോലത്തെ വേറൊരു ബിസിനസ് അതിനേക്കാൾ മികച്ചത് വരുമ്പോൾ അതിനെ തകർക്കാനായിട്ട് ഈ എനർജറ്റിക് അറ്റാക്ക് ചെയ്യാനായിട്ട് ചില ആളുകളെ സമീപിക്കുകയും അതിനുവേണ്ടി തന്നെ ഇരിക്കുന്ന, അത് കർമ്മിക് ഒബ്ലിഗേഷൻ അതൊക്കെ മാറ്റി നിർത്തി ഇങ്ങനെയുള്ള കർമ്മങ്ങളെപ്പോഴും ദോഷത്തിലേക്ക് വരും. ചെയ്യുന്ന ആൾക്കും ചെയ്യിപ്പിക്കുന്ന ആൾക്കും ഇത് ദോഷത്തിലേക്ക് വരും. പക്ഷെ ഇതൊന്നുമല്ല, താൽക്കാലികമായിട്ടുള്ള റവന്യൂ അല്ലെങ്കിൽ ഒരു വരുമാനത്തിൻ്റെ ഉദ്ദേശം കൊണ്ട് ഇതിൻ്റെ ദോഷവശങ്ങൾ അറിയാതെയുമായിരിക്കും ഇവർ ഇങ്ങനെയുള്ള ചില കർമ്മങ്ങൾ ചെയ്യാനായിട്ടിരുന്ന് ആളുകൾക്ക് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ എനർജി ബോഡിക്ക് ക്ഷതമേൽക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വൈകാരിക തലത്തെ തെറ്റിപ്പിക്കാതിരിക്കാനും നമ്മൾ വളരെ ദേഷ്യക്കാരനും വിദ്വേഷമുള്ളവനും വെറുപ്പുള്ളവനുമായിട്ട് മാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് പോകപ്പെടും. അതുപോലെ മെൻ്റൽ, നമ്മുടെ ബുദ്ധി
നമ്മുടെ ഇൻ്റലിജൻസ് ഒക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കാനായിട്ടും ഈ അറ്റാക്കുകൾ വരും. സൈക്കിക് അറ്റാക്ക് അറിഞ്ഞും അറിയാതെയും ചെയ്യാം, ഇൻറ്റൻഷനലി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതും വേറെ തരത്തിൽ, അത് അപകടം പിടിച്ച തരത്തിൽ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ശക്തമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ചൊല്ലി ഒരാളെ മുന്നിൽ ആവാഹിച്ച് ഒരു പ്രതിമയിലേക്കോ അദ്ദേഹത്തിൻ്റെ ഒരു സോപ്പ് രൂപത്തിലോ മെഴുകിലോ ഒക്കെ ഉണ്ടാക്കി വളരെയധികം ബ്ലാക്ക് മാജിക് ചെയ്യപ്പെടുന്ന, നമുക്ക് ആ മേഖലയോടൊന്നും ബന്ധപ്പെടാത്തതുകൊണ്ട് നമ്മളതില്ല എന്ന് കരുതരുത്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് പല മേഖലകളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ബോഡി നമ്മൾ എത്രമാത്രം ഡെവലപ്പ് ചെയ്ത് സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതേ പാതയിലുള്ള ആളുകൾ സ്പിരിച്വൽ പാതയിൽ ഇത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നാണ് എൻ്റെയൊക്കെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നത്. ഞാൻ മാസ്റ്ററുടെ കീഴിൽ ഇത് പരിശീലനം തുടങ്ങിയപ്പോൾ അതിന് മുന്നേ ഒക്കെ തന്നെ വേറെയും സ്പിരിച്വൽ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ അങ്ങനെ സ്പിരിച്വൽ പാതയിലേക്ക് വന്ന ആളുകൾ മറ്റുള്ള സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെ അതുപോലത്തെ പരിശീലിക്കുന്നവർക്ക് നല്ലത് ഉണ്ടാവരുത് എന്ന് വിചാരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് അത് അങ്ങനെ നടക്കുന്നു എന്നുള്ള വളരെ സങ്കടകരമായ സത്യം തിരിച്ചറിയേണ്ടി വന്നു. അപ്പോൾ നമ്മളങ്ങനെ ആവാതിരിക്കുക എന്നുള്ളത് അതിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. കൂടെയുള്ളവരെ പിടിച്ചു ഉയർത്തുക എന്നല്ലാതെ അവരെ തളർത്തുക എന്നുള്ള ഏത് സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെയും കീഴിൽ താഴേക്ക് അടിവശത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് മുകളിലുള്ളതിൻ്റെ താഴത്തുള്ളത് മുകളിലുള്ള മേന്മ ആയിരിക്കില്ല. എല്ലാവരുടെയും അല്ല ഞാൻ പറയുന്നത്, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്, പലതും മറിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഷീൽഡിങ് ഇടുകയാണ്. അതിൽ നമുക്ക് ഈ ഷീൽഡ്, എനർജറ്റിക് ഷീൽഡ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഷീൽഡ് ഇടുക. അതുപോലെ തന്നെ വ്യത്യസ്തമായ പവർഫുൾ ഷീൽഡ്, ഒരു വലിയ ഇരുമ്പ് പടച്ചട്ട പോലെ 5-6 ഇഞ്ച് കനത്തിലുള്ള പടച്ചട്ട പോലെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് ഈ പ്രകൃതിയിലെ അത്ഭുതകരമായ പല സിദ്ധാന്തങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പഠിക്കാൻ വരുന്നവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, അത് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് തെന്മയ രൂപത്തിൽ അത് ഉപയോഗിച്ചാൽ അതിൻ്റെ ദോഷം എത്ര മടങ്ങായിട്ട് തിരിച്ചു വരുമെന്നുള്ളത് അവർ പഠിച്ചിട്ടാണ്. അവിടെ ക്ലാസ്സിൽ അങ്ങനത്തെ ബ്ലാക്ക് മാജിക്കുകളിൽ നിന്നും രക്ഷപ്പെടാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് രക്ഷപ്പെടുത്തേണ്ട കാര്യങ്ങൾ. അല്ലാതെ അവർക്ക് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കപ്പെടുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ വിശദീകരിച്ച് അതിന് വേണ്ട ഡിഫൻസ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനും അവനവന് ചെയ്യാനാണ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുക. വളരെ വിശേഷപ്പെട്ട ഒരു സിലബസാണ് മഹാത്മാ ചുവാക്കോക്സി തയ്യാറാക്കിയിട്ടുള്ളത്, ഷാർലറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. എല്ലാവർക്കും അത് പഠിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു എന്നെ ശ്രമിച്ചതിന്. ഒട്ടനവധി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ എല്ലാതും പറയാനുള്ള സമയം അനുവദിക്കുന്നില്ല. മാത്രമല്ല, ഈ നിഗൂഢമായ ഒരു തത്വമായത്, ശാസ്ത്രമായതുകൊണ്ട്